വിദേശ മലയാളികൾ ബ്രാഞ്ചുകളോ? ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സിഡ്നിയിൽ നിന്നും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ആന്റണി ദാസ്, UK നിന്നും പ്രവാസിയായി വർഷങ്ങളായിട്ട് ലണ്ടനിൽ താമസിക്കുന്ന ശ്രീ തോമസ് മാത്യു, അമേരിക്കയിൽ നിന്നും ബിസിനസ് ചെയ്യുന്ന ശ്രീ CK ദാസ്, അമേരിക്കയിൽ തന്നെ IT ബിസിനസ്സിൽ പ്രാവീണ്യം തെളിയിച്ച ശ്രീ ലത സുരേഷ് കുമാർ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ ആന്റണി, നമുക്ക് സിഡ്നിയിൽ തന്നെ തുടങ്ങാം. കാരണം ഓസ്ട്രേലിയയിലാണല്ലോ ആദ്യം സൂര്യൻ നിൽക്കുന്നത്. സിഡ്നിയില് ബ്രാഞ്ച് കഥകൾ എന്തൊക്കെയാണുള്ളത്? പ്രവാസികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോഴത്തേന് സിഡ്നിയില് 100-ല് ഒരു 95% നല്ല ആൾക്കാരാണ്. 5% ബ്രാഞ്ചുകളുണ്ട്. ബ്രാഞ്ചുകൾ ഇല്ലാന്ന് പറയുന്നില്ല, പക്ഷെ ബ്രാഞ്ചുകളുണ്ട്. ആ ബ്രാഞ്ചുകൾ കാണിക്കുന്ന ബ്രാഞ്ചിത്തരങ്ങളെ കുറിച്ച് വിശദമായിട്ട് ഞാൻ ഒരു റൗണ്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേന് പറയാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരിലേക്കും ശരി. അപ്പൊ സിഡ്നിയിലെ ബ്രാഞ്ചുകളുണ്ട് എന്ന് ആന്റണി പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ലണ്ടനിലേക്ക് പോവാം. ലണ്ടനില് തോമസ് വർഷങ്ങളായിട്ട് ലണ്ടനിലെ സ്ഥിരതാമസം ആക്കിയിട്ടുള്ള ഒരു പ്രവാസിയാണ്, മലയാളിയാണ്. എങ്ങനെയാണ് ലണ്ടനിലെ ഈ ബ്രാഞ്ചുകളുടെ പെരുമാറ്റത്തെ കുറിച്ച് എന്തെങ്കിലും കഥകളോ ഇൻസിഡന്റുകളോ ഉണ്ടോ തോമസേ? അല്ല, എനിക്ക് ഈ ബ്രാഞ്ചുകളെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം ഞാൻ ഈ ബ്രാഞ്ചുകൾ കാരണമാണ് ഞാൻ ഈ വിദേശത്ത് വന്ന് ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നത്. ഇത്തരം ബ്രാഞ്ചുകൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ വിദേശത്ത് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം നമ്മൾ ഈ ലണ്ടനിലും അമേരിക്കയിലും ഒക്കെ ഇരുന്ന് ഈ നാട്ടിലുള്ള ഈ രാഷ്ട്രീയക്കാരെയും സിനിമാക്കാരെയും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുകയാണ്. അവര് നമ്മൾ വെറും ബ്രാഞ്ചുകളാക്കി കണക്കാക്കിയിട്ട് നമ്മളെ മുതലെടുക്കാം. ഈ ബ്രാഞ്ച് നമുക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. നമ്മളെല്ലാ വർഷവും ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ ഇവരെ എഴുന്നള്ളിച്ചോണ്ട് വന്ന് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റും കൊടുത്ത് ഇവർക്ക് വേണ്ടുന്ന എല്ലാം കൊടുത്ത് അക്കോമഡേഷനും കൊടുത്ത് ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യവും കൊടുത്ത് നമ്മള് ഇവിടെ ഇവരെ കൊണ്ടുവന്ന് എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മളെ വെറും ബ്രാഞ്ചായിട്ട് ഒരു കണക്ക് കൂട്ടുന്നത്. നമ്മളെ ഇവര് ബ്രാഞ്ചിയാക്കുകയാണ്. നിങ്ങൾ എന്നെ ബ്രാഞ്ചിയാക്കി എന്ന് പറയുന്ന ബ്രാഞ്ചിയാക്കിന്. അതായത് സമൂഹത്തിൽ നമ്മള് നമ്മള് തൊഴിലില്ലാതെ ജോലിയില്ലാതെ നാട്ടിൽ കറങ്ങി നടക്കുന്ന ഒരു ജോലിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ അഭയം പ്രാപിക്കുന്ന കാരണം ഈ രാഷ്ട്രീയക്കാരെ അവർ തോന്നിവാസങ്ങൾ അവരുണ്ടാക്കിയാണ്. നമുക്കൊരു തൊഴിലുണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കുവോ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുവോ ഒന്നും ചെയ്യാതെ അവരവിടെ സുഖിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ വെറും ബ്രാഞ്ചായിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ മുതലെടുക്കുന്നത്. ഇത് രാഷ്ട്രീയക്കാർ മാത്രമല്ല ഞാൻ പറയുന്നത്, രാഷ്ട്രീയത്തിലും കലാസാഹിത്യത്തിലും സിനിമയിലും മതങ്ങളിലുള്ള ബ്രാഞ്ചുകളെ നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാറ്. ഓക്കെ, അപ്പൊ തോമസ് പറയുന്ന ഈ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരും സിനിമ സെലിബ്രിറ്റികളും നമ്മളെ വിദേശികളെ വന്ന് ചൂഷണം ചെയ്ത് നമ്മളെ ബ്രാഞ്ചിയാക്കുന്നു എന്നുള്ളതാണ് തോമസ് പറഞ്ഞു വരുന്നത്. അപ്പോ ശ്രീ CK ദാസിലേക്ക് പോകാം. താങ്കൾ അമേരിക്കയിൽ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണല്ലോ. അപ്പോ ഒരുപാട് സംഭവങ്ങൾ അമേരിക്കയിൽ നടക്കുന്നുണ്ട്. കാരണം മിക്കവാറും പണ്ട് 80-കളിലൊക്കെ മിഡിൽ ഈസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരുന്ന രാഷ്ട്രീയക്കാരും സിനിമ സെലിബ്രിറ്റികളും അമേരിക്കയിലാണ് ഇപ്പൊ ഏറ്റവും അധികം വന്നിരിക്കുന്നത്. ഇപ്പൊ ഓസ്ട്രേലിയയിൽ വന്നു. അപ്പൊ അമേരിക്കയിലെ സംഭവങ്ങൾ എന്തൊക്കെയാണ് ശ്രീ CK ദാസ്? അല്ല, ഇപ്പം നമ്മൾ ഈ ബ്രാഞ്ചുകളെ പറ്റി പറഞ്ഞ ആ സബ്ജക്റ്റിൽ തന്നെ നിൽക്കാം അതായത് തൽക്കാലം. അപ്പം അത് പറഞ്ഞപ്പോഴ് എനിക്ക് 1-2 അനുഭവങ്ങളൊക്കെ വെച്ച് ഞാൻ കഥ എന്റെ അനുഭവങ്ങൾ പറയാം. അപ്പം ഞാൻ നാട്ടിലായിരുന്ന കാലത്ത് എന്റെ ഒരു അടുത്ത സുഹൃത്ത്, അദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ ഒരു ചെറിയ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ നേതാവായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ആരും ഒന്നും അറിഞ്ഞില്ല. അപ്പം ഇദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്തു. ഇദ്ദേഹം കുറെ പോസ്റ്ററുകൾ ഒടിച്ചു പുള്ളിയുടെ പേരും പിന്നെ ദേശീയത്തിലും കേരളത്തിലും അറിയപ്പെടുന്ന 2-3 നേതാക്കളുടെ പേരിൽ പുള്ളി പോസ്റ്റർ അടിച്ച് പുള്ളിയുടെ പടം കൂടെ വെച്ചിട്ട് സിന്ദാബാദ് വെച്ച് എഴുതിയു എല്ലായിടത്തും. അപ്പൊ പുള്ളിനെ അറിയപ്പെട്ടു. അതുവരെ പുള്ളിനെ ആർക്കും അറിയില്ലായിരുന്നു. ഇതാരാ ഈ ആളെന്നുള്ള ആളുകൾ അന്വേഷിച്ചു. അദ്ദേഹം ഇപ്പൊ അമേരിക്കയിലുണ്ട്. അപ്പം മതിലുകളിലെല്ലാം പുള്ളി കുറെ പൈസ അങ്ങ് മുടക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു ഇതില്ല. അടുത്ത ഇലക്ഷന് പുള്ളി അവിടെ കോളേജിന്റെ ചെയർമാനായി. പിന്നെ പുള്ളി അവരുടെ യൂത്ത് വിങ്ങിന്റെ ഇതിൽ കയറി പോയി. അപ്പം പിന്നെ ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ പുള്ളി തന്നെ പൈസ മുടക്കി സിന്ദാബാദൊക്കെ മുടക്കി അവസാനം അത് കയറിപ്പോയി. അപ്പം ഞാൻ ഇന്ന് അത് ചിന്തിക്കുമ്പോൾ ചില സമയത്ത് നമ്മള് ഈ ബ്രാഞ്ചുകളെ നമുക്ക് പല രീതിയിൽ നമുക്ക് വിഭജനം ചെയ്യണമെന്ന് എനിക്ക് തോന്നണേട്ടോ. ചില സമയത്ത് നമുക്ക് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ പറ്റി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ മറ്റാരും പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു അവസരം കിട്ടാതെ പോകും.
ഇപ്പം അതെ എന്റെ അനുഭവത്തിൽ ഇപ്പം ഞാൻ കുറച്ച് എക്സ്ട്രോവേർട്ട് ഒക്കെയാണ്. അപ്പൊ സംസാരിക്കുന്നൊക്കെ കാണുമ്പോൾ ആളുകൾ ഓർക്കും ഇവനെ ഒരു പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൊള്ളായിരിക്കും എന്ന് ഓർക്കും. പക്ഷെ ആ ഞാൻ ഒരു ബിഹൈൻഡ് ദ സീൻ പേഴ്സൺ ആണ്. എന്റെ കയ്യിൽ തന്നു ആ കഴിഞ്ഞാൽ കൊള്ളായ്മ പോകും. അതേസമയം നല്ല സ്കില്ലുള്ള ആളുകളുണ്ട്. ആ അവരെ ആരും പുറത്തേക്ക് അവരെ എടുത്ത് രംഗത്തേക്ക് കൊണ്ടുവരുന്നില്ല. ആ അപ്പം അവർ ചിലപ്പോൾ ചില പണികളൊക്കെ ചെയ്യും. ചില പണികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ചിലപ്പോൾ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അവർക്ക് അപ്പം അറിയാവുന്നവന്റെ കയ്യിൽ കോല് കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ ആ അപ്പം അവരുടെ കയ്യിൽ കൊടുത്തു കഴിയുമ്പോൾ അവർ ചിലപ്പോൾ ഒരുപക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു വരും. അപ്പം ഓക്കെ നമ്മൾ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബ്രാഞ്ചുകളും നമ്മൾ എല്ലാവരെയും ബ്രാഞ്ചി ഒരു മോശമായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ അകത്ത് നല്ലതും ഉണ്ടെന്ന് നല്ല പറയില്ല. ബ്രാഞ്ചുകളുണ്ട്. നല്ല ഓക്കെ ബ്രാഞ്ചുകളുണ്ട്. കാരണം ചിലരെയൊക്കെ നമ്മൾ എക്സ്പോസ് ആ ചെയ്തെങ്കിൽ ചിലപ്പോൾ അറിയാൻ പറ്റുള്ളൂ അവരുടെ ഓക്കെ സ്കില്ലുകളും. ആ പക്ഷെ പല കാരണങ്ങളാലും അവരെ മാറ്റി നിർത്തിയേക്കുമായിരിക്കും. അപ്പൊ അവർ ആ ചിലപ്പോൾ സെൽഫായിട്ട് കുറെ ഇൻട്രൊഡക്ഷൻ ഒക്കെ നടത്തി കഴിയുമ്പോൾ ചിലപ്പം അവർക്ക് കയറി പോകാൻ പറ്റും. സമൂഹത്തിന് നല്ലതായിരിക്കും അത്. ഓക്കെ. അപ്പൊ ഇനി ഇത്രയൊക്കെ ആ യാ ഇനി നമുക്ക് ലതയിലേക്ക് പോവാം. ലത, ഈ പ്രാഞ്ചി എന്ന് പറയുന്ന വേർഡ് കേരളത്തിൽ ഇവോൾവ് ചെയ്തിരുന്നത് നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സിനിമയോട് കൂടിയാണ് ആ പ്രാഞ്ചി എന്നുള്ളൊരു വേർഡ് തന്നെ കോയിൻ ചെയ്ത് വരുന്നത്. അപ്പം അമേരിക്കയിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ലതയ്ക്ക് ഈ ഈ പ്രാഞ്ചികളുടെ എന്തെങ്കിലും കഥകൾ പറയാനുണ്ടാവും? അതായത് പ്രാഞ്ചി എന്ന് പറയുമ്പോൾ നാട്ടിൽ നിന്ന് സിനിമാ നടീനടന്മാരെയും രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്ന് അവരെ ചാരി നിന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അവിടേക്ക് ഇട്ട് സ്വയം പുകഴ്ത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കഥകൾ പറയാനുണ്ടോ? എനിക്ക് സിനിമാക്കാരെ കൊണ്ടുവന്നിട്ടുള്ള കഥയൊക്കെ കൂടുതൽ പവറിനോട് താല്പര്യം, ഉയർന്ന സ്ഥാനത്ത് എത്താൻ വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്ത കുറെ ആൾക്കാരെ എനിക്കറിയാം. അത് ശരിക്കും പറഞ്ഞാൽ അവരൊരു ക്യാൻസറാണ്. ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു കമ്പനിയിൽ, ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ ഒരു ഇന്ത്യക്കാരനാണ്, നോർത്ത് ഇന്ത്യൻ ആണ്. ആൾക്ക് എപ്പോഴും ആ പൊസിഷൻ കിട്ടണം. അതിനുവേണ്ടി എന്തെല്ലാം വേണമെങ്കിൽ ആള് ചെയ്യും. മറ്റുള്ളതൊന്നും പ്രശ്നമല്ല. അപ്പോ അത് പിടിച്ചു നിന്ന് ആരുടെ മണിയടിച്ചും അവിടെ എത്തും. പക്ഷെ നമ്മളൊക്കെ അതുകൊണ്ട് ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു, ടീം മെമ്പർ നെറ്റ്വർക്ക്. ഞാൻ അതിന്റെ ചെയർ ആയിരുന്നു. അപ്പൊ ഇയാളെ ഏറ്റവും റീജിയണൽ പ്രസിഡന്റ് ടോപ്പാണ്. അപ്പൊ നമുക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഞാനാണെങ്കിൽ വളരെ വോക്കലാണ്. എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഉള്ള കാര്യം തുറന്നു പറയും. അത് പലപ്പോഴും വീണ ചെയ്തിട്ടുണ്ട്. ഇഷ്ടമില്ലാത്ത ഞാൻ പറയണുണ്ട്. ആൾക്ക് എന്നോട് താല്പര്യക്കുറവ് വന്നു. കാരണം ആള് ചെയ്യുന്ന കാര്യങ്ങളോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് പൊസിഷൻ വേണ്ട. ഐ വാണ്ട് ടു ബി വിത്ത് പീപ്പിൾ, വാണ്ട് ടു ഡു ദ ബെസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള കഥകൾ ഉണ്ട്. പിന്നെ സിനിമാക്കാരെന്ന് വെച്ചാൽ ഇവിടെ അധികം അയോവയിൽ അധികം മലയാളികൾ അങ്ങനത്തെ സിനിമകളൊന്നും വരുന്ന സ്ഥലമല്ല. ഓക്കെ. അപ്പൊ നമുക്ക് മലയാളികളുടെ കഥകളിലേക്ക് പോകാം. ആന്റണിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. കാരണം സിഡ്നിയിലാണ് മിക്കവാറും ഇപ്പോ മലയാളി സിനിമാ നടന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ വന്ന് ചാടുന്ന സ്ഥലം സിഡ്നി, മെൽബൺ ഒക്കെയാണ്. ഈ അടുത്ത കാലത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. ആന്റണി, അപ്പോൾ ഈ സിഡ്നിയിൽ ഇപ്പം അസോസിയേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നു, സ്പ്ലിറ്റ് ആവുന്നു. എന്തൊക്കെയാണ് സിഡ്നിയിൽ നടക്കുന്നത് ആന്റണി? ആന്റണിയെയും ചിലര് പ്രാഞ്ചിയായിട്ടാണ് ചിലര് പ്രൊജക്ട് ചെയ്യുന്നത്. ശരിയാണോ ആന്റണി? ഞാൻ അങ്ങനെ പ്രാഞ്ചിത്രമൊന്നും കാണിക്കാറില്ല. പക്ഷേ സിഡ്നിയിൽ ഒരുപാട് അസോസിയേഷൻ ഉണ്ട്. പണ്ട് ഞാൻ വരുന്ന സമയത്ത് ഒരു അസോസിയേഷൻ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് ഒരുപാട് അസോസിയേഷനുകളായി. ഈ വർഷം തന്നെ 36 മേളിൽ ഓണങ്ങൾ മാത്രം സിഡ്നിയിൽ നടന്നു. അതിൽ മെയിൻ അസോസിയേഷനുകൾ പ്രോഗ്രാം എടുക്കാറുണ്ട്. ഇപ്രാവശ്യം സിഡ്നിയിൽ 3 അസോസിയേഷൻ പ്രോഗ്രാമുകൾ നടത്തി. ഇവിടെ ഇതിൽ ഈ സിനിമാക്കാരെ കൊണ്ടുവരുന്ന കഥ പറ. അതാണ് നമ്മൾ ഇമ്പോർട്ടന്റ്. രാഷ്ട്രീയക്കാരെ കൊണ്ടുവരുന്ന സിനിമക്കാര് വരുമ്പോൾ ഇപ്പൊ ഒരു പ്രോഗ്രാം സ്റ്റേജ് വരുമ്പോഴത്തേന് നമ്മൾ ഓണത്തിന് എന്തായാലും ഒരു പ്രോഗ്രാം വെക്കണം, ആൾക്കാരെ കൂട്ടണം. കാരണം നമ്മുടെ ദേശീയ ഉത്സവമായ ഓണം ലോകത്തെല്ലായിടത്തും എല്ലാ മലയാളികളും ആഘോഷിക്കുന്നതാണ്. അത് നമുക്ക് സിനിമാ നടീനന്മാർ എന്തിനാ വരുന്നത്? ഇവിടെ സിനിമാ നടീനന്മാർ എന്തിനാ വരുന്നത്? ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് കൊടുക്കണമല്ലോ. ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ ഓണസദ്യ വിത്ത് പ്രോഗ്രാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷെ അവിടെ പ്രാഞ്ചിത്രം കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈവന്റ് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ചിലര് കുറച്ച് നക്കാപ്പിച്ച ടൈറ്റിൽ എന്നും പറഞ്ഞ് കൊടുത്തിട്ട് എല്ലാ സ്റ്റേജിലും ഒരു ട്രോഫിയും മേടിച്ചു വെച്ചിട്ട് ഓടിക്കയറും. ട്രോഫി സ്വന്തമായിട്ട് തന്നെ കാശ് കൊടുത്ത് സ്വന്തമായിട്ട് മേടിച്ച് സ്വന്തമായിട്ട് മേടിച്ചിട്ട് ഇവരെല്ലാരും കയറി പോവും. അതുകൊണ്ട് അവിടെ എല്ലാം ചെന്നിട്ട് അപ്പൊ ഈ ഈവന്റ് നടത്തുന്നവർക്കൊന്നും കൊടുക്കുകയില്ല. എന്നിട്ട് എല്ലാവർക്കും ഈ ട്രോഫി ആ സ്റ്റേജിൽ വെച്ചിട്ട് ഇവര് മേടിക്കും. ട്രോഫി അതാണ് ഈ ഓസ്ട്രേലിയ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഗ്രൂപ്പുകളാണ്. അയർലൻഡിൽ നിന്ന് വന്ന ഒരു ഗ്രൂപ്പ്, UK വന്ന വേറൊരു ഗ്രൂപ്പ്. പണ്ട് അങ്ങനെ ഗ്രൂപ്പുകളില്ലായിരുന്നു. അപ്പൊ അയർലൻഡുകാരുടെ ഒരു ഗ്രൂപ്പ്, UK ഒരു ഗ്രൂപ്പ്, പിന്നെ ഓരോ ഏരിയ തിരിച്ചും ഇപ്പോൾ അസോസിയേഷനുകളാണ്. പിന്നെ ഈ വരുന്ന നടീനടന്മാരും ചിന്തിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അവർക്ക് അവരുടെ ആരാധന കേരളത്തിലെ ആ ജനങ്ങളുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ അവർ സാധാരണ മനുഷ്യരാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു നടി നാട്ടിൽ നിന്ന് വന്നിട്ട് മുല്ലപ്പൂ തല വെച്ചിട്ട് വന്നിട്ട് അത് പെനാൽറ്റി അത് എന്തോ വലിയ മഹത്തായ കാര്യം പോലെ ആ നടി ഇവിടെ ലോകം മൊത്തം ആ നെഗറ്റീവ്.
കാരണം $2000 ഫൈൻ അടിച്ച് $2000 അതെ, അവര് ചിന്തിക്കുന്നില്ല അവര് വരുന്ന രാജ്യത്തിന്റെ നിയമങ്ങൾ അവർ പാലിക്കണം എന്നുള്ളത്. എന്നിട്ട് അത് എന്തോ ഒരു മഹത്തായ കാര്യം പോലാണ് ആ നടി വിളിച്ചു പറയുന്നത്. അതേപോലെ വേറൊരു നടി, ഒരു പാട്ടുകാരി ഇവിടെ വന്ന സമയത്ത് ഒരാളുടെ പുതിയ കാറിൽ, ആ കൊണ്ടുവന്ന ഇവന്റുകാരന്റെ കാറിൽ തന്നെ ഇരുത്തി ഡ്രൈവ് ചെയ്യിച്ചു. ദേ ആ പാട്ടുകാരി ഡ്രൈവ് ചെയ്യുന്നു. ആ വീഡിയോയും വൈറലായിരുന്നു. കാരണം ഇതൊക്കെ കാണുമ്പോൾ എന്താ, ഇവിടെ വരുന്ന ഏത് വിസിറ്റ് വിസയിൽ വരുന്നവർക്ക് വരെ 3 മാസം വരെ ഡ്രൈവ് ചെയ്യാം എന്നുള്ള നിയമം ഇവിടെ ഉണ്ട്. ഇതുപോലും മനസ്സിലാക്കാതാണ് ഇങ്ങനത്തുള്ള പ്രാഞ്ചിത്തരങ്ങൾ കാണിക്കുന്നത്. അല്ല, ഇതെല്ലാം നമ്മുടെ ഈ ഇപ്പം സിഡ്നിയിലാണെങ്കിലും ലണ്ടനിലാണെങ്കിലും US-ലാണെങ്കിലും ഇതെല്ലാം നമ്മുടെ മലയാളികള് ചെയ്തു കൊടുക്കുന്ന ചില കാര്യങ്ങളല്ലേ. അതായത് എനിക്ക് തോന്നുന്നു ബിന്നിക്ക് അതിന് കൂടുതൽ പറയാൻ പറ്റും. കാരണം അമേരിക്കയില് അല്ല, അതിലേക്ക് ഒന്നുകൂടെ പറയാനുണ്ട്. ബിന്നിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യത്തില്, ഒരു പോയിന്റിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കാരണം നമ്മൾ സ്വയമേ ബൂസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളെ ആരും ബൂസ്റ്റ് ചെയ്യില്ല ഇവിടെ. അപ്പൊ അത് നമ്മൾ ബൂസ്റ്റ് ചെയ്താലേ നമുക്ക് പൊങ്ങി പോകാൻ പറ്റുള്ളൂ. അല്ല, ഇവിടെ ഒരു പ്രവാസിയും ഒരാളെയും ബൂസ്റ്റ് ചെയ്ത് മേളോട്ട് കൊണ്ടുവരാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വയമേ ബൂസ്റ്റ് ചെയ്യണം. ബൂസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പൊങ്ങി പോകാൻ പറ്റുള്ളൂ. അതിന്റെ കൂടെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഇവിടെയുള്ള US-ലെ കാര്യം ഞാൻ പറയാം. എനിക്ക് തോന്നുന്നത് ലോകം എല്ലായിടത്തും അങ്ങനെ തന്നെയായിരിക്കും. ഈ പബ്ലിസിറ്റികളുണ്ട്, മില്യൺസ് പൈസ കൊടുത്തിട്ടാണ് ഇവരെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഓരോ നടന്മാരും എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. ഈവൻ പൊളിറ്റീഷ്യൻസും ചെയ്യുന്നുണ്ട്. അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അവര് ഈ മീഡിയകളിലെല്ലാം അപ്രോച്ച് ചെയ്ത് മീഡിയയിലേക്ക് എല്ലാം അയച്ചു കൊടുത്തും. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാഞ്ചിത്തരല്ലേ അത്. അതിന് വേണ്ടി നമുക്ക് പ്രാഞ്ചി എന്ന് വിളിക്കാൻ പറ്റില്ലേ? എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? മെത്തേഡാന്നേ ഉള്ളൂ. ഒരു കാര്യം എനിക്ക് മെൻഷൻ ചെയ്യാനുണ്ട് ബാല. ഈ മീഡിയ, ഇവിടുത്തെ ഓൺലൈൻ മീഡിയ, നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാര് കാശ് മേടിച്ചിട്ട്, കാരണം ഒന്നും അറിയപ്പെടാത്ത ആളിനെ, ഒരു ഇതുമില്ലാത്ത ആളിനെയും കാശ് മേടിച്ചിട്ട് നിങ്ങൾ ഇന്റർവ്യൂ എടുത്തിട്ട്, അയാൾക്ക് ഇത്ര വരുമാനമുണ്ട്, അയാൾ സംഭവമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയുള്ള പ്രാഞ്ചിയേട്ടന്മാരെ പൊക്കുന്നതിൽ നിങ്ങൾ ഇവിടുത്തെ ഓൺലൈൻ മീഡിയക്കാരും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അത് ഓൺലൈൻ മാത്രമല്ല കേട്ടോ. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു മാഗസീൻ അവർ ചെയ്യുന്നതിനെ പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയാം. അവര് നമ്മുടെ കമ്പനിയുടെ വലിയ കമ്പനിയാണെങ്കിൽ അവർ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ആർട്ടിക്കിൾ കൊടുക്കും. അതിന് മുമ്പ് നമ്മൾ അവരുടെ വേറൊരു വിങ് ഉണ്ട്. ആ വിങ്ങിന് അവർക്ക് നമ്മൾ കുറച്ച് ബിസിനസ് കൊടുക്കണം. ബിസിനസ് കൊടുത്തു കഴിയുമ്പോൾ അവർ നമ്മളെ പറ്റിയ ഒരു കവർ സ്റ്റോറിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു മാഗസീന്, ഇന്റർനാഷണൽ ലെവലില് റെപ്യൂട്ടഡ് ആയിട്ടൊരു മാഗസീൻ ചെയ്യുന്ന എനിക്കറിയാം. അപ്പൊ ഇതൊരു ഗ്ലോബൽ സംഭവമാണ് അല്ലെ? ഞാൻ സബ്ജക്റ്റില് കൈവിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് നമുക്ക് ഈ വിദേശ മലയാളികൾ സ്വന്തമായി അധ്വാനിച്ച് സക്സസ് ഉണ്ടാക്കി വെട്ടി തെളിച്ച് വന്ന ആൾക്കാർക്ക് എന്തിനാണ് നാട്ടിൽ നിന്നുള്ള സിനിമാ നടന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒരു പ്രസൻസ് അവരുടെ ഫങ്ഷൻസിലും അവരുടെ പ്രോഗ്രാംസിലും എന്തിനാണ് ഈ നാട്ടിലെ ഈ ആൾക്കാരെ കൊണ്ടുവന്ന് അത് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ വിദേശ മലയാളികൾ അവർ സ്വന്തം നിലയിൽ, അതായത് തോമസ് പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് വിദേശങ്ങളിൽ വന്ന് സക്സസ് ആയവർ എന്തിനു വേണ്ടി ഈ രാഷ്ട്രീയക്കാരെയും സിനിമാ നടന്മാരെയും കൊണ്ടുവന്ന് ഈ ഷോ കാണിക്കണം? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. തീർച്ചയായും ഓണം എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഉത്സവത്തില് അത് വളരെയേറെ ആൾക്കാരെ അടുപ്പിക്കാൻ, എന്നുവെച്ചാൽ ഏത് അസോസിയേഷനാണ് ഓണം ബെസ്റ്റ് നടത്തുന്നത്, ആർക്കാണ് നല്ല പ്രോഗ്രാം ഉള്ളത്, അവിടേക്കാണ് ജനങ്ങൾ. കാരണം ഇവിടെ വന്ന് അവർ $1 സ്പെൻഡ് ചെയ്യുമ്പോൾ പോലും ചിന്തിക്കുന്നത് ബെസ്റ്റ് ആൻഡ് ചീപ്പ് ആര് കൊടുക്കുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേന് അവർക്ക് അവിടെ പ്രോഗ്രാം വിത്ത് സദ്യ ഉണ്ട്, ഓക്കെ, അത് ഫിലിം ആർട്ടിസ്റ്റ് വരുന്നുണ്ട്, ഡാൻസ് ഉണ്ട്, അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ട് സാധാരണ ജനങ്ങളുടെ ഇടയിൽ. അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ആളിനെ കൂട്ടുക എന്നുള്ളതാണ് എല്ലാ അസോസിയേഷന്റെയും. അപ്പൊ ആളിനെ കൂട്ടാൻ ഇവര് വരുന്നത് നല്ലതാണ്. അപ്പൊ ഇവര് വന്നാല് മറ്റൊരു കാര്യം, അവരുടേതായ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഈ മലയാളികൾ അതിന്റെ പുറകെ നിന്ന് ഓടുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. കാരണം US-ലൊക്കെ ഞാൻ കേട്ടിട്ടുള്ള വലിയ സിനിമാ നടന്മാർ വന്ന് അവര് വലിയ ഷോറൂമിലൊക്കെ കയറി സാധനം ആവശ്യമുള്ളത് മേടിക്കും. അവസാനം ഇറങ്ങി പോകുന്ന സമയത്ത് കൂടെ നിൽക്കുന്ന ബ്രാഞ്ചിയുടെ അടുത്ത് പറയും ഇതങ്ങ് കൊടുത്തേരാൻ പറയും. അപ്പൊ അത്തരം ചൂഷണങ്ങൾ വിദേശ മലയാളികൾ അനുഭവിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇവിടെ അങ്ങനെ ഒരു ചൂഷണം നമുക്ക് നേരിട്ടിട്ടില്ല. കാരണം ഈവന്റ് ആരാണോ കൊണ്ടുവരുന്ന ആ ടീമായിരിക്കും അവരെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത്. നമ്മളുടെ ഈവന്റ് ഡേയിൽ അവർ വരുന്നു, പെർഫോം ചെയ്യുന്നു, പോകുന്നു. നമുക്ക് അങ്ങനെ ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഒരു ആർട്ടിസ്റ്റുകളും നമ്മളോട് അങ്ങനെ മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുമില്ല. എനിക്കൊരു കാര്യം ആഡ് ചെയ്യാണ്ട് ബാല, ഇവരൊക്കെ ഈ ആർട്ടിസ്റ്റ് ഒക്കെ വരുന്നത് വെറുതെ അല്ലല്ലോ, അവർക്ക് വലിയ പൈസ കൊടുത്തിട്ടല്ലേ? അപ്പൊ പിന്നെ അവരിവിടെ വന്നു കഴിഞ്ഞാൽ മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അത് ചെയ്യുന്നത്. അല്ലേ? അല്ല, അപ്പൊ അതിന് നമ്മുടെ ആൾക്കാർ നിന്ന് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. പറയാനുണ്ട്. അതായത് നമ്മള് സ്വന്തമായിട്ട് വഴിതെറ്റി തെളിച്ച് നമുക്ക് അവിടെ ജീവിക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി നമ്മളൊരു വിദേശ രാജ്യത്ത് വരുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ ബാഗേജ്, അവിടെ കിടക്കുന്ന ഈ ബാഗേജും കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്?
അതാണ് പോയിന്റ്. വീണ്ടും വലിച്ചിങ്ങോട്ടുണ്ട്. അത് ഈ മതത്തിലുള്ളതായാലും രാഷ്ട്രീയത്തിലുള്ളതായാലും സിനിമയിലുള്ളതായാലും ഇവരൊക്കെ അവിടെ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അതെ അവിടെ അവിടെ രണ്ടാം തരം പൗരന്മാരാണ്. നമ്മൾ ഈ അതെ പണിയെല്ലാം ചെയ്തിട്ട് ഇവരെ ഉം. എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ച് ഹോസ്പിറ്റാലിറ്റി കാണിച്ച് എല്ലാം ചെയ്ത് തിരിച്ചയക്കുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളവിടെ രണ്ടാം തരം പൗരക്കാരനാണ്. നീ ആണ്. ഏത് നാട്ടുകാരനാ? ഒരു വോട്ട് അതെ ചെയ്യാൻ പോലും നമുക്ക് അവകാശമില്ല. വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യാൻ അവകാശമില്ല. പോലും നമുക്ക് അവകാശമില്ല. തീർച്ചയായും ഒരു സമൂഹത്തിലൊരു അഭിപ്രായം പറയാൻ നമുക്ക് അവകാശമില്ല. അവകാശമില്ല. നമ്മളെ ഇവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? ആ നമ്മള് റെസ്പെക്ട് നമുക്ക് തിരിച്ചിട്ടുന്നുണ്ടോ? അതുകൊണ്ട് അതെ ഓരോ വിദേശ മലയാളികളും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രാജ്യമാകാതിരിക്കുക. അതെ നിങ്ങളിലുള്ള ടാലന്റുകളെ നിങ്ങളുടെ കൂടെ നമ്മുടെ കൂടെ ഉള്ള ടാലന്റുകൾ, നമ്മുടെ മക്കള്, നമ്മുടെ സമൂഹത്തിലുള്ള മലയാളികൾ, അതിലുള്ള ടാലന്റുകളെ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. അവരെ അതെ താരങ്ങളാക്കി വളർത്തിക്കൊണ്ട് വരിക. അതെ അല്ലാതെ നമുക്ക് വേണ്ടി ഒരു ശബ്ദം, സമൂഹത്തിലെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ അനീതികൾ നടക്കുന്നു, എല്ലാ അനീതികൾക്കും ഒരു അനീതിക്കെതിരെ ഇവരൊന്ന് പ്രതികരിച്ചു കണ്ടിട്ടുണ്ടോ? നമ്മൾ അതെ വിദേശ മലയാളികൾ വീട്ടിൽ നിന്ന് പ്രതികരിക്കുന്നുണ്ട്. ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയ കൂടെ ഒക്കെ നമ്മൾ പ്രതികരിക്കും. പക്ഷെ ഈ വരുന്ന ഈ താരങ്ങള്, ഈ രാഷ്ട്രീയക്കാരെ എന്തെങ്കിലും പ്രതികരണം അവിടെ നടത്തുന്നുണ്ടോ? അവിടെ നടക്കുന്ന അനീതിയെ പറ്റി? അത് അപ്പം മാത്രമല്ല ഒന്നും വിദേശ ചെയ്യാതെ അവർ നമ്മളെയും ചൂഷണം ചെയ്ത് അവിടെയും ചൂഷണം ചെയ്ത് അവരെ എന്റർടൈൻമെന്റ് ചെയ്ത് ഇപ്പൊ തന്നെ ഒരു വണ്ടിയുടെ റെയ്ഡ് നടക്കുന്നു. എത്ര കോടികൾ വിലയുള്ള വണ്ടികളാണ് വിളിക്കുന്നത്. ആരുടെ പൈസ ഇതൊക്കെ? ഈ ബ്രാഞ്ചുകൾ ഉണ്ടാക്കി കൊടുത്തതല്ലേ? അതെ അപ്പോ ഇതൊക്കെ അപ്പൊ നമ്മളെ വിദേശ മലയാളികൾ നാട്ടിൽ എന്ത് ചെയ്താലും അതിനെ നശിപ്പിക്കാൻ മാത്രമേ നാട്ടിലെ രാഷ്ട്രീയക്കാരും അതും ഇതും മുന്നോട്ട് വരാറുള്ളൂ. പൊതുവെ ഏത് പ്രസ്ഥാനം തുടങ്ങിയാലും, നമ്മളൊരു വീട് വെച്ചാൽ അവിടെ പ്രശ്നമുണ്ടാവും, ഒരു ഫാക്ടറി തുടങ്ങിയാൽ അവിടെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ തോമസ് പറയുന്ന പോയിന്റ് അതിന്റെ യഥാർത്ഥ ഇതിൽ എടുക്കുകയാണെങ്കിൽ, നമ്മൾ എന്തിനാണ് നാട്ടിൽ കിടക്കുന്ന നമ്മുടെ ഈ വിദേശ മലയാളികൾ എന്തിനാണ് നാട്ടിൽ നിന്നും ഈ രാഷ്ട്രീയക്കാരെയും സിനിമാ നടന്മാരെയും ഇവിടെ കൊണ്ടുവന്ന് എന്റർടൈൻ ചെയ്യേണ്ട ആവശ്യമെന്ത്? കാരണം നമ്മൾ സ്വയമായി വഴി വെട്ടി തെളിച്ച് കഷ്ടപ്പെട്ട് വിദേശങ്ങളിൽ സക്സസ്ഫുൾ ആയ ആൾക്കാർ. തോമസിന്റെ അഭിപ്രായത്തോട് ഞാൻ കൂടെ നിൽക്കുന്നു. എന്താണ് മറ്റുള്ളവരുടെ അഭിപ്രായം? നമ്മൾ ഒരു റൗണ്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് തോമസ് പറഞ്ഞ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങളുടെ നാട്ടിലെ പോലെ റോഡിലേക്ക് ഇറക്കാതിരിക്കുക. ഇവിടെ പലരും ഇപ്പൊ ഓണം നടത്തുമ്പോൾ റോഡിലേക്ക് ഇറങ്ങുന്നു. പള്ളിക്കാര് അവര് റോഡിലിറങ്ങി റാസ് നടത്തുന്നു. അതേപോലെ അമ്പലക്കാർ, ഇതെല്ലാവരും ഇപ്പൊ നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങളുടേത് മാത്രമാണ്, ഇവിടെ ഉള്ളവരുടേതല്ല. അത് നിങ്ങൾ പബ്ലിക്കിലും റോഡുകളിലേക്കും ഇറക്കാതെ നിങ്ങളുടെ ആരാധന ആലയങ്ങളിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലും മാത്രം ഒതുക്കി തീർക്കുക. അത് മറ്റൊരു സബ്ജക്റ്റാണ്. ഇവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ഇപ്പൊ തോമസ് പറഞ്ഞ കാര്യത്തിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ലതയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് അവര് വരേണ്ടതും അവർക്കൂടെ നമുക്ക് അവരെ കഴിവുകൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവര് സിനിമ കാണുന്നത്. അതുകൊണ്ട് അവർ ആൾക്കാർ കൊണ്ടുവന്ന് അവർക്ക് ടിക്കറ്റ് വിറ്റുകൊണ്ടാണ് അവരിവിടെ വരുന്നത്. അല്ലാണ്ട് വെറുതെ അല്ലല്ലോ. വാട്ട് എവർ ദേ ആർ സ്പെൻഡിങ് ദേ ആർ മേക്കിംഗ് ഇറ്റ്. അപ്പൊ വന്ന് അവരുടെ കാര്യം നടന്ന് പൊക്കോട്ടെ. പിന്നെ പ്രാഞ്ചികളായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇൻട്രസ്റ്റ്. വൈ ഷുഡ് വി സപ്പോർട്ട് എന്നുള്ള അഭിപ്രായമാണ്. അവർ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അല്ലേ, നമുക്ക് പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. അപ്പൊ പിന്നീട് സോറി CK ദാസ്, എന്താണ് അഭിപ്രായം? നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. അല്ല, എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ വലിയ തെറ്റൊന്നും ഇല്ലെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഓരോരുത്തർ ചോയ്സ് ആണ്. അവർക്ക് നാടിന്റെ ഒരു റെപ്രസെന്റേഷൻ കിട്ടണം, കുറെ കൂടുതൽ ടിക്കറ്റുകൾ വിൽക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ, നാട്ടിൽ പോപ്പുലർ ആയിട്ട് ഒരാളെ കൊണ്ടുവരുമ്പം കൂടുതൽ ടിക്കറ്റ് വിൽക്കാം, ചിലപ്പോൾ ഹൈ റേറ്റിന് വിൽക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. പിന്നെ ഇനി ആരുടെയെങ്കിലും പൈസയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം ഉത്തരവാദിത്വമാണ്. കാരണം അതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവർ തന്നെ സ്വയം പഴിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ആരെങ്കിലും ഷോപ്പിങ്ങിന് കൊണ്ടുപോയി പൈസ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പിടിപ്പുകൾ കൊണ്ട് സംഭവിച്ചതാണ്. അപ്പം അതൊക്കെ അവരവർ തീരുമാനിക്കേണ്ടതാണ്. അപ്പം ഇത് തെറ്റില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. അപ്പോ എല്ലാവർക്കും നന്ദി. ഇന്ന് നമ്മുടെ സബ്ജക്ട് ഇതായിരുന്നു. പ്രാഞ്ചികൾ, വിദേശ മലയാളികളെല്ലാം പ്രാഞ്ചികളല്ല എന്നാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. തോമസിന്റെ അഭിപ്രായം, വിദേശ മലയാളികൾ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരെയും സിനിമാ നടീനടന്മാരെയും കൊണ്ടുവരേണ്ട ആവശ്യങ്ങളില്ല. കാരണം നമ്മൾ ആ നാട്ടിൽ ചെന്നാൽ നമുക്ക് അതിൻ്റെതായ ഒരു റെസ്പെക്റ്റോ കാര്യങ്ങളും കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഇന്ന് നമ്മളിവിടെ ഉണ്ടായിരുന്നത് ലത സുരേഷ് കുമാർ, അമേരിക്കയിലെ IT ബിസിനസ് നടത്തുന്നു. CK ദാസ് അതുപോലെ അമേരിക്കയിൽ ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്. ശ്രീ ആന്റണി ദാസ് സിഡ്നിയിലെ പൊതു പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനും പല മലയാളി സംഘടനകളുടെയും പ്രസിഡന്റും ചെയർമാനൊക്കെയാണ്. ശ്രീ തോമസ്
മാത്യു ലണ്ടനിൽ സ്ഥിരതാമസിക്കുന്ന മലയാളിയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ അടുത്ത ചർച്ച വരും വരെ ബാല സ്വന്തം ഇൻട്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു, ഒന്ന് പറഞ്ഞു. ഞാൻ ബാല വേണു, ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ഓസ്ട്രേലിയയിൽ റെപ്രസെന്റേറ്റീവ് ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബാല. ബൈ. ബൈ. താങ്ക് യു.